വെൽക്കം ടു ഡിസ്നി ക്രൂസ്. ഇത് രണ്ട് പ്രിൻസസിന് തലയുണ്ട്, പിന്നെ എനിക്കത് ആവശ്യമില്ല, ഓൾറെഡി ഒരു പ്രിൻസസ് ഉണ്ടല്ലോ കൂടെ. ഒരു വലിയ തലയും. അത് കറക്റ്റാ. വെൽക്കം ടു ഡിസ്നി ക്രൂസ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിസ്നി ക്രൂസിന്റെ മൊത്തത്തിലൊരു ടൂറാണ്. എന്താണ് ഡിസ്നി ക്രൂസ് എന്ന് കാണിക്കുന്നത്? അതെ, സോ ഇന്നത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുഡോ വേറെ ഒന്നുമല്ല, ഇവിടത്തെ ഈ ക്രൂസ് ഷിപ്പില് അകത്ത് എന്തൊക്കെ ഉണ്ട് അത് എത്ര കാണിക്കാൻ പറ്റും അറിയില്ല. എന്നാലും നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എത്ര റെസ്റ്റോറൻറ്റ്സും ബാർസും കഫേസും എല്ലാം കൂടെ എന്നാൽ ഈറ്ററീസ് പെയ്ഡും അൺപെയ്ഡ് ആയിട്ടുള്ള എത്ര എണ്ണം കാണും ഒരു ഗസ്സില്? ഒരു 25 എണ്ണം ഉണ്ടോ? 31 എണ്ണം ഉണ്ട്. 31 places to eat and drink inside this cruise. Yeah. ഓയ്യോ, 31 റെസ്റ്റോറന്റ്സ്, ബാർ, കഫേസ് എല്ലാം കൂടെ. നമ്മളൊന്നും കണ്ടില്ലല്ലോ. കണ്ടില്ല? കണ്ടു, പക്ഷെ നമ്മൾ 31 കണ്ടില്ല. അതിപ്പോ കാണാം കുറച്ച്. നമ്മളിപ്പോ ലെവൽ 5 ആണ്. ഇവിടുന്നാണ് ആക്ച്വലി എല്ലാം തുടങ്ങുന്നത്. നമുക്ക് ഈ ലെവൽ 5 എന്തൊക്കെയുണ്ട് എനിക്ക് ആക്ച്വലി കറക്റ്റ് ആയിട്ട് ഐഡിയ കിട്ടിയിട്ടില്ല. നമുക്ക് വെറുതെ നടന്ന് പോവാം. ഒരു കാര്യം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിക്കോ, ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങോട്ട് പോകണം, എങ്ങനെ നടന്നാലും നമ്മൾ റൂമിൽ പോകുന്നത് നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാറിയോ, ഒരു പെയിന്റിംഗ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചാ ഞാൻ. അത് ഒട്ടും ലോജിക്കൽ അല്ല. എന്താ അത് ഭയങ്കര പാടാ. വേറൊരു കാര്യം അറിയോ, ഈ ഷിപ്പില് 3 ഭാഗമാണ്: ആഫ്റ്റ്, ഫോർവേഡ്, മിഡ്. ആഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്, മിഡ് എന്ന് പറഞ്ഞാൽ മിഡ്, ഫോർവേഡ് പറഞ്ഞാൽ ഫോർവേഡ്. ഈ മിക്കി മൗസിന്റെ ചെവി പോയിന്റ് ചെയ്യും അടിയിലെ കാർപ്പറ്റിൽ, അതാണ് ഫോർവേഡ്. അതൊരു ടിപ്പ്, ഇൻസൈഡർ ടിപ്പ്. അതുപോലെ തന്നെ ഫോർവേഡിലെ കാർപ്പറ്റ്സ് വേറെ കളർ ആയിരിക്കും, ബാക്ക്വേർഡിലെ കാർപ്പറ്റ്സ് വേറെ കളർ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കണം, എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് ഡിസ്നിയുടെ ഒരു സ്റ്റാൾ ഉണ്ട്, അവിടെ കയറാം. ഓക്കെ, മിഡിലാണ് ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 ലിഫ്റ്റും ഉണ്ട്. അത് കൗണ്ട് ചെയ്തു. 10 ലിഫ്റ്റും ഉണ്ട്, ബാക്കി എസ്കലേറ്റേഴ്സും ഉണ്ട്. അതെ, 6000 ആൾക്കാരാണ് നമ്മളിപ്പോ വന്ന ക്രൂസ്. ഫുള്ളാണ്, പാക്ഡ് ആണ്. 6200 കപ്പാസിറ്റി, 6000 ഉണ്ട്. 2500 ക്രൂ മെമ്പേഴ്സ്. ഇപ്പൊ നമ്മളൊരു മലയാളിയെ കണ്ടില്ല. 40 മലയാളീസേ ഉള്ളൂ ഷിപ്പില്. ആ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു എത്ര മലയാളീസ് ഉണ്ടെന്ന്. 40 എന്ന് പറഞ്ഞു. എല്ലാരും കാണാൻ പറ്റാറില്ല. അവർക്ക് തന്നെ അങ്ങോട്ട് കാണാൻ പറ്റാറില്ല. സോ ഇത് ഫസ്റ്റ് വൺ വേൾഡ് ഓഫ് ഡിസ്നി. ഇത് ആക്ച്വലി എനിക്കൊന്ന് സൂവനിയേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സോ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം, നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. കത്തിയാവാൻ സാധ്യതയുണ്ട്, എന്നാലും നോക്കണ്ടേ. നമ്മൾ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിസ്നിയുടെ തന്നെ ഫേക്ക് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹാംലീസ് അങ്ങനത്തെ കുറേ സ്ഥലത്തൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ ക്വാളിറ്റി വേറെ ലെവലാണ്. സാധനങ്ങൾ വലുതായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ആ, അത് കൊള്ളാലോ. അവന്റെ ഒരു ശാശ പഴഞ്ചനായിപ്പോ. ഇത് ഒറിജിനൽ ശാശനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് പക്ഷെ കളക്റ്റബിളാ. അവൻ കളക്ട് ചെയ്ത് അതിന്റെ പീസൊക്കെ ഒടിച്ച് കഴിച്ചു. പ്ലേ ഏരിയയിലാണ്. നമുക്ക് വേദന വന്നിട്ട് ഈ ഭാഗം കറങ്ങാം. ഇനി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാം, അന്നേ ഞാൻ പറഞ്ഞാൽ ഇതല്ല വേണ്ടേന്ന്. പിന്നെ മാറ്റി വാങ്ങേണ്ടി വരും. ഡ്രസ്സുകൾ കുറെ ഉണ്ട് കേട്ടാ, ഗേൾസിന് പറ്റിയ. ടോയ് സ്റ്റോറി. ഓ, തൊപ്പി താത്തുവോ? എങ്ങനെയാണാവോ, എന്തോ എനിക്കറിയില്ല. കൊള്ളാലോ. ഇതേ മറ്റേ ഇതിന്റെ സുട്ടോപ്പിയുടെ ഇത് നോക്ക്. ഓ, അതാവും വേണമെന്ന് എന്തായാലും പറയാം കേട്ടോ, മാറ്റി വെച്ചത്. ഇത് പക്ഷെ പേനയല്ല, ഇത് ജസ്റ്റ് സ്റ്റാൻഡ്. എന്ത് സ്റ്റാൻഡാ? വെറുതെ ഇങ്ങനെ ഡെക്കറേറ്റീവ് സ്റ്റാൻഡ്. അല്ല, എന്തെങ്കിലും കാണൂ ഇത്.
ഉണ്ട് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഗേൾസിനാണ് കൂടുതൽ കേട്ടോ. കാരണം കൂടുതൽ ഹെഡ് ബാൻഡ്സ്, ഗേൾസിന്റെ ഡ്രസ്സസ്, ഗേൾസിന്റെ ജാക്കറ്റ്സ് എല്ലാം ഗേൾസിനാ. അതെന്താ അങ്ങനെ ഡിസ്നി അങ്ങനെ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഡിസ്നിയിൽ തന്നെ പൊതുവെ ഗേൾസ് ക്യാരക്ടേഴ്സ് അല്ലേ മെയിൻ. അതെ, സ്നോ വൈറ്റ്സും പ്രിൻസസും. പക്ഷെ അങ്ങനെ പാടില്ല. മറ്റേ പ്രിൻസ് എല്ലാം സെക്കൻഡ് ഹീറോസ്. എല്ലാം മെയിൽ ഫീമെയിൽസ് അല്ലേ മെയിൻ, അതുകൊണ്ടായിരിക്കും. റാപ്പൂൺസിലും അങ്ങനത്തെ സ്നോ വൈറ്റ്, സിൻഡ്രല്ല. എന്തായാലും കൊള്ളാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്ഥലം. അതെ, വേഗം വേഗം പോയില്ലെങ്കിൽ നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. സ്റ്റോറിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ജാസ് ബാർ ആണ്. കൂടെ അഡൾട്ട്സ് മാത്രമായിട്ടുള്ള ഒരു റിഫൈൻഡ് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ട്രിവിയ നൈറ്റ്സ്, ജാസ് മ്യൂസിക് അതൊക്കെ നടത്തുന്ന ഒരു ബാർ ഏരിയ ആണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ഡെക്കറേഷൻ. ഇതൊക്കെ ഒരു ഷിപ്പിന്റെ അകത്താണ് കേട്ടോ. അത് ഓർക്കണം, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, രസമല്ലേ. ഇതൊരു ബാറാ കേട്ടാ. ഇതൊരു അഡൾട്ട്സ് ഉള്ളി ബാറാ. ഇവിടെ ഇപ്പൊ ഒരു ട്രിവിയ നൈറ്റ് കഴിഞ്ഞുള്ളൂ. GK ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപ വിന്നറിന്. $300. അതൊന്നും പറ്റില്ല. അറിയില്ല. മറ്റേ ബിങ്കോ ഇല്ല, തമ്പോ ഇല്ല നമ്മുടെ, അതിന്റെ മെഗാ കോമ്പറ്റീഷൻ $5,000 വിന്നേഴ്സിന്. ആ കഴിഞ്ഞു. അതെ. പിന്നെ ഇവിടെ ഒരു ബാർ ഉണ്ട് കേട്ടാ. നേരെ ഇവിടെയും ഒരു ബാർ ഉണ്ട്, അതും ഒരു ബാറാണ്. ഇതൊരു റൗണ്ട് ബാർ. ഇതൊക്കെ പക്ഷെ പെയ്ഡാണ്. ഓരോ സ്ഥലവും അവർ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ വേറെ ഏതോ റെസ്റ്റോറൻറ്റ്. ഞാൻ നോക്കട്ടെ എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ സോ സ്റ്റണ്ണിങ് ഇതൊക്കെ. ഇതെന്താ ഇനി അടുത്തത്? ഷിപ്പിന്റെ അകത്ത് വരുമ്പോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് ഇടാണ്ട് അത്ര മാത്രം നടക്കാനുണ്ട് അല്ലേ? ഹീൽസ് ഒന്നും ഇട്ട് നടക്കാതിരിക്കാൻ. ആക്ച്വലി മിക്കവരും സ്നീക്കർ ഷൂസ് ആയിട്ടിരിക്കുന്നത്. വാക്കിംഗ് ഷൂസ്. ഇത് പിന്നെ കഴിഞ്ഞിട്ടില്ല പ്രിയ. ഡിസ്നിയുടെ അത് ഡിസ്നി ക്രൂസിന്റെ ഒരു ആക്ടിവിറ്റീസിന്റെ ഒരു സൈഡിൽ ഇത് ഇല്ലാത്ത പോലെ വെച്ചിരിക്കുക, ഓപ്പൺ ചെയ്ത്. അതെ, ഓരോ സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടത്. ഇനിയുണ്ട് കേട്ടോ ഡിസ്നി ക്രൂസിന്റെ ടോയ്സിന്റെ സെക്ഷൻ. അതാണ് നമ്മൾ അവിടെ പോയിട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും. ഇതായിരിക്കും ശരിക്കും ക്രൂസിന്റെ വാങ്ങണ്ട. കാരണം എന്താ അറിയോ, ക്യാപ്റ്റൻ യൂണിഫോം റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ആൾക്കാർ വാങ്ങും. കാരണം ക്രൂസിന് മാത്രം കിട്ടുന്ന എക്സ്ക്ലൂസീവ് അല്ലേ. ഹെഡ് ബാൻഡിന് $40 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2,500 രൂപ ഹെയർ ബാൻഡിന്. ആ മിക്കിയുടെ അത് ഇവിടെ മാത്രമേ വെക്കാനും പറ്റുള്ളൂ. പുറത്ത് വെച്ചോണ്ട് എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇതാ ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് നടക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടില്? ഇവരൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ആമസോണിൽ, സിംഗപ്പൂറൊക്കെ കിട്ടുവേ. ഒരു എൻഡിലേക്ക് വരുമ്പോൾ 5th ഫ്ലോറിൽ നമ്മുടെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ചത്, മറ്റേ ആനിമേഷന്റെ റെസ്റ്റോറന്റ്. അപ്പൊ ഇനി 6th ഫ്ലോറിലേക്ക് പോവാം. ഇനി ഉണ്ടാട്ടെ ഏറ്റവും അറ്റത്തേക്കൊക്കെ വേറെ ജിമ്മോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോന്നോരോന്ന് പയ്യെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു പോവാം. മുകളിലേക്ക് ഇനി കുറെ അതെ റെസ്റ്റോറൻറ്റ്സും മാർവൽ സ്റ്റൈൽ സ്റ്റുഡിയോ, റോയൽ കോർട്ട്, സ്പെൽ ബൗണ്ട് എന്താന്ന് നോക്കാം. ഓരോ മതിലും ഇതുപോലെ ഡെക്കറേറ്റഡ് ആണ്. ആക്ച്വലി അവർ എല്ലാ ഏരിയയും ഡെക്കറേറ്റ്. ഇത് കൊള്ളാലോ ഏരിയ അല്ലേ? എന്തോ കോമ്പറ്റീഷൻ നടക്കും കേട്ടാ. ഇവിടെ ചിലപ്പോ അത് തന്നെ. അല്ല, ഇത് ക്രാഫ്റ്റ് മേക്കിംഗ് ആണ്. ഏഷ്യക്കാരിതേ അമ്മച്ചിമാരൊക്കെ ഭയങ്കര എക്സൈറ്റഡാ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ. അവര് ഗസ്റ്റ് സർവീസസ് ആണ്. വൈഫൈ കണക്ട് ചെയ്യാനും പേയ്മെന്റ്സ് ചെയ്യാനും അതിനൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ്. അതുപോലെ ഒരു സ്ക്രീൻ വെച്ച് ഇവിടെയാണ് കുറെ കൂടെ ഫാമിലി ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഇവിടെ. വീടരുത് ഒന്നുമില്ല, ഞാൻ എന്തൊരു ആഴമൊന്നും ഉണ്ടോ? വീണ പോയതാ നേരെ കടലിലേക്ക്. ഇതൊക്കെ ഫിഷിംഗ് വെല്ല് പോലെ. ഇത് ഏത് ക്യാരക്ടറാ? സിൻഡ്രല്ല, സ്നോ വൈറ്റ് ആണെന്ന് തോന്നുന്നു. സ്പെൽ ബൗണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു മാജിക്കൽ തീമില അവർ ആ റെസ്റ്റോറന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് ഈ റെസ്റ്റോറന്റ്. ഇവിടെ ഒരു ഡ്രിങ്ക് കിട്ടും, പക്ഷെ അത് ആൽക്കഹോളാ. ആ ബിച്ചിന്റെ മുഖം ഇരിക്കുന്നുണ്ടോ, അതിൽ നിന്ന് പുക വരും ആ ഡ്രിങ്കിന്ന്. എന്നിട്ട് നമ്മളത് കുടിക്കണം. ഭയങ്കര രസം. അത് ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്. സോ അല്ല, അവിടേക്ക് ഇരുന്നിക്കാൻ നോക്ക്. നേരെ നമ്മൾ വന്ന് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു വ്യൂവിലൊക്കെ ആയിരിക്കും നമുക്ക് ഫുഡും അതുപോലെ തന്നെ എൻജോയ്മെന്റ്സും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. നോക്ക്, ലുക്ക് അറ്റ് ദ മെനു കാർഡ്. എന്ത് രസം നോക്ക് മെനു കാർഡ് ഇവിടുത്തെ. ഇറ്റ്സ് ലൈക്ക് എ മാജിക്കൽ ഇതുപോലെ ഒരു സ്പെൽ ബുക്ക് പോലെ. ഡ്രിങ്ക്സ് മാത്രമാണ്. കോക്ടെയിൽസ് ഒക്കെ ഏറ്റവും എക്സ്പെൻസീവ് $20. ദാറ്റ്സ് ലൈക്ക്
1500 രൂപ, ഏറ്റവും എക്സ്പെൻസീവ് ആണ്. അടുത്ത വേറെ റെസ്റ്റോറൻ്റ് ആണ് മാക്സിമസ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഗ്രീക്ക് അതോ ഇറ്റാലിയൻ അങ്ങനെ ഏതൊരു തീമിലാണ്. അതിൻ്റെ ടാപ്പ് വരെ വെച്ചിരിക്കുന്നത് കണ്ട, ഇതുപോലെ മറ്റേ ആൻറ്റിക് രീതിയിലുള്ള ടാപ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുമ്പും നമ്മൾ കൈ വാഷ് ചെയ്തിട്ടേ അവർ കയറ്റുള്ളൂ. ഭയങ്കര ഹ്യൂജ് സ്കെയിലാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് ആണ് ഇവിടെ ഉള്ളതല്ല. നല്ല ഇത്രയും വരെ 5000-6000 വരെ ഇരുത്തണ്ട്. പക്ഷെ എന്തൊരു സൈസാ നോക്ക്. ഇങ്ങനെ തന്നെ ഈ സൈഡിലേക്കും അപ്പുറത്തെ സൈഡിലേക്കും ഒക്കെ ഉണ്ട്. ഇത് ആണ് മാക്സിമം. ഏരിയയും ഭയങ്കര വെൽ ഡെക്കറേറ്റഡ് അല്ലേ, എല്ലാ തീംഡ് ആണ്. ഡിസ്നി വേൾഡ് കയറിയ ഫീലിംഗ്. ഇത് അടുത്ത റെസ്റ്റോറന്റാ, അങ്ങോട്ട് പോകണ്ടല്ലോ. ഒലാഫ്. എല്ലാം പല പല റെസ്റ്റോറൻറ്റ്സും പല പല തീംസിലും. എന്തോരം ഈ ഫ്ലോറിൽ തന്നെ 4 ദിവസം മാക്സിമം. 4 ദിവസത്തെ ക്രൂസും ഉണ്ട് കവർ ചെയ്യണമെങ്കിൽ. ഇത് അടുത്ത വേറൊരു ഫൈൻ ഡൈനിങ് പോലത്തെ റെസ്റ്റോറന്റ്. നമ്മളിപ്പോ ഇവിടെ നിന്നല്ലേ വന്നേ. അടുത്ത ഫ്ലോറിൽ പോവാം. ഇത് 2 പ്രിൻസസിന് തലയുണ്ട്. പിന്നെ എനിക്കത് ആവശ്യമില്ല, ഓൾറെഡി ഒരു പ്രിൻസസ് ഉണ്ടല്ലോ കൂടെ. ഒരു വലിയ തലയും. അത് കറക്റ്റാ, വലിയ വട്ടത്തല. മറ്റേ ഫ്രോസൺ തീമിന്റെ റെസ്റ്റോറന്റ് പറയാ. കംപ്ലീറ്റ് ഫ്രോസൺ ആണ്ടാ, ക്യാരക്ടേഴ്സും ഒരു പാലസിന്റെ ഇന്റീരിയേഴ്സ് പോലെ. എൻ്റെ ഇടയ്ക്ക് വേദുവിനെ പിക്കപ്പ് ചെയ്യാൻ നമുക്ക് മെസ്സേജ് വരുവേ. അത് നടന്ന് എത്താനുള്ള പാടാണ്. പക്ഷേ ഇതുപോലെ കിഡ്സ് ക്ലബ് ഉണ്ട്. അവിടെ നമുക്ക് വലിയ കുട്ടികൾ, എനിക്കൊന്ന് 6 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ മെസ്സേജ് ചെയ്യും. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ പേഴ്സണൽ ഡിന്നറോ സ്പായോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ അവിടെ നമുക്ക് വിടാം. അതിന് പേയ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ അവിടെ എപ്പോഴും സ്റ്റാഫ് വെച്ച് ഗെയിംസ്, റീഡിങ്, അല്ലാതെ മറ്റേ ബോൾ ത്രോയിങ്, പല ഗെയിംസും ആക്ടിവിറ്റീസ് അതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഡ്രോയിങ്, കളറിങ് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അതിന് വലിയ സ്പേസ്. അത് ഫാൻസി റോളർ കോസ്റ്ററോ? ഗാലക്സിയുടെ. വേറെ ഫ്രണ്ട്സിനെ കിട്ടിയോ? ഈ പേര് എത്ര ആണെ പറഞ്ഞിട്ടുണ്ട് ചോദിക്കണം എന്ന്. അമ്മ വെയിറ്റിംഗ്. പൂളിൽ കുറച്ച് കഴിഞ്ഞ് 4 o'clock ആണോ? ഇതേ മിക്കി മൗസ്. ഹലോ. Let's continue the tour. ഇവിടെ ആക്ച്വലി TWT 2 വേൾഡിലെ ബെസ്റ്റ് കോഫി ഷോപ്പും ടീ ഷോപ്പും ഇവിടെ ഉണ്ട്. TWT എന്ന് പറയുന്നത് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീസ് ആണ്. പക്ഷെ ഇത് പെയ്ഡ് ആണ്, ബട്ട് വി ക്യാൻ ഹാവ് ടീ ഓവർ ഹിയർ. അടുത്തത് ഇതുപോലെ ബാച്ച കോഫിയാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കോഫീസും ക്രോസോൺസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. സോ അതിന്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇവരൊക്കെ വന്ന് വാങ്ങും കേട്ടാ. ഇതിന്റെ അകത്ത് എല്ലാം കോംപ്ലിമെന്ററി ആണെങ്കിൽ ഇവരൊക്കെ വന്ന് വാങ്ങും. സാറുണ്ടല്ലോ ഡയമണ്ട്സാ. അത് എന്ത് ഡയമണ്ട്? എന്തിന്? കയ്യില് ഡയമണ്ട് ഉള്ളപ്പോ എന്തിന് വേറെ? അടുത്തത് ഇവിടെ എന്തോ ഒരു സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. സാൻ ഫ്രാൻസിസ്കോ സ്ട്രീറ്റ്. അതെന്താന്ന് പോയി നോക്കാമല്ലോ. ഇതെന്താ സാൻ ഫ്രാൻസിസ്കോ സ്ട്രീറ്റ്? അമേരിക്കയുടെ സാൻ ഫ്രാൻസിസ്കോന്റെ ബേസിസിൽ ചെയ്തതായിരിക്കും ഇത്. കൊള്ളാലോ അല്ലേ? ഓരോ ഷിപ്പിലും ഓരോ ഏരിയ പോകുമ്പോ വേറെ വേറെ സ്ഥലങ്ങളിൽ പോയ ഫീലിംഗ്. ഇത് നോക്ക്, സാൻ ഫ്രാൻസിസ്കോന്റെ ന്യൂസ് പേപ്പർ ബൂത്ത് പോലെയൊക്കെ ചെയ്ത്. ഓ വാവ്, നോക്ക് പ്രിയ. സ്ട്രീറ്റ് പോലെ ഇല്ലേ? നോക്ക് താഴെ ടൈല്. അതെ പറഞ്ഞ ഫുൾ ഡിഫറെന്റ്. നൂഡിൽസ് വേണോ ഏതോ? എടുത്ത് കഴിക്ക്, ഇപ്പൊ കഴിക്ക്. തൊട്, തൊട്. എന്നാ സോസ് എടുത്തിട്. ഈ സോസ് ഒഴിക്ക് കുറച്ച്. അതെടുത്ത് ഒഴിക്കാൻ പറ്റിയാൽ ഞാൻ വേദന ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. സോസ് എടുത്ത് ഒഴിക്ക്. പെപ്പർ ഇടന്നാ. നടക്കില്ല, വേദന ശക്തിയില്ല. പൊടിഞ്ഞു കേട്ടാ. ചൈന ടൗണിന്റെ ഒരു ചായ ഉണ്ട്, ആലി കാറ്റ് കഫേ. ഇവിടെ എത്രയും തിരക്ക്. ഇത് കൊള്ളാം. ഇതൊരു കഫേ ആണ്, റെസ്റ്റോറന്റ്. നേരെ കാണുന്ന സിനിമ. സോ ദാറ്റ്സ് ലൈക്ക് ഒരു ആർക്കേഡ് സെന്റർ. ഓ, ഇതൊക്കെ ഒരു ഷിപ്പിന്റെ അകത്താണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കണം. ഇതൊരു ജാപ്പനീസ്. ഇതെല്ലാം ഷിപ്പിന്റെ അകത്താണ് ഇടക്കിടക്ക് ഓർക്കണം. ആ പിന്നെ നമ്മൾ ഏതോ മറ്റേ മോളോ അല്ലെങ്കിൽ തോന്നുന്നുണ്ട്. ഇതൊക്കെ ട്രെയിനിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഫീലിംഗ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഡഫ് ആൻഡ് ഫ്രണ്ട്സിന്റെ ഷോപ്പാ. ഇവിടെയും ഇതുപോലെ സോവനിയേഴ്സ് ഷോപ്പ് ഉണ്ട്. ഓ, നാറ്റ് ജിയോ.
നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഡിസ്നി ആയിട്ട് കൊളാബറേഷൻ ഉള്ള ഷോപ്പും ഉണ്ട്. പറഞ്ഞ പറയാ പ്രോപ്പർ തിയേറ്റർ ഉണ്ട്, സിനിമ തിയേറ്റർ, ബേമാക്സ് സിനിമാസ്. അതിൽ കുറെ സിനിമയുടെ ടൈമിങ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ തിയേറ്റർ ഗൈസ്, അത് 4 തിയേറ്റേഴ്സ്. ഇതല്ലാതെ ഓപ്പൺ എയർ ഒക്കെ ഉണ്ട്, അതേ വേറെ കാണിക്കാം. പക്ഷെ ഇവിടെ തിയേറ്ററും ഉണ്ട്, കണ്ട. ഓ ഓൾമോസ്റ്റ് തിരക്കായി തുടങ്ങിയിട്ടുമുണ്ട്. സിനിമയ്ക്ക് കയറ്റി ഞങ്ങൾ വ്ളോഗിങ് പോവാം. എന്തോരം ആക്ടിവിറ്റീസ് ഒരേ ടൈമിൽ നടക്കുന്നത്. 4 തിയേറ്റർ, അവിടെ മറ്റേ ക്രാഫ്റ്റ്, മുകളില് വാട്ടർ പാർക്സ്, വേറെ മറ്റേ ഓപ്പൺ തിയേറ്റേഴ്സ്, ബാർസ്, ഗെയിംസ്. അത് രാത്രിയല്ലേ, ഈവനിങ് അല്ലേ? ആ, അവഞ്ചർ ഷോ ഉണ്ട് ഇന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. അവഞ്ചർ ഷോ 6:30. അപ്പൊ നമുക്കൊരു 5:30 ആകുമ്പോൾ അങ്ങോട്ട് പോവാം. അത് മിസ് ചെയ്യില്ല. ഞാൻ ടൈം സെറ്റർ തന്നെ പോയിരിക്കണം കേട്ടോ. അല്ല, അത് ഓപ്പൺ എയറില്ല. ഏഷ്യക്കാരാണ് ഓരോ ക്യാരക്ടേഴ്സിനൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും നേരം നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ആൾക്കാർ നിൽക്കത്തൊന്നുമില്ല ഇവിടെ. മറ്റേ എന്താ ഇത്, ബിഗ് 6. ആ ബിഗ് 6 എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അതിന്റെ ഫോട്ടോ എടുക്കാനാ. ഏതെന്ന് പറഞ്ഞ കിഡ്സ് ഇല്ലേ, അതുപോലെ തന്നെ ടീനേജേഴ്സിന് വേണ്ടി മാത്രമുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അറിയോ? അത് അവർക്ക് വല്ല പറ്റിയ കോമ്പറ്റീഷനും ഗെയിംസും ഡേറ്റിംഗ് ഒക്കെ ആയിരിക്കും. എന്നെ വിളിച്ചായിരുന്നു അവര്. ഞാൻ ആ പ്രായക്കാരനാന്ന് വിചാരിച്ചു, ഞാൻ പിന്നെ പോയില്ല. എന്താ പറയാൻ വന്നാണല്ലോ. എന്നാ വേണ്ട, പറയണ്ട. എയ്റ്റില് മെയിൻ ആയിട്ട് കിഡ്സ് ക്ലബാണ്. സോ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും 8 പോയിട്ട് ഈ ഹോളിവുഡ് സ്പോട്ട്ലൈറ്റ് ക്ലബ് അതെന്താണെന്ന് നോക്കാം. ഹാമർ കുറേ വലിച്ചു വന്നില്ല, അപ്പോൾ ആ വഴി നമുക്ക് പോവാം. ഏത് കണ്ടിട്ടില്ല ഇത്. ഒരു ഷോപ്പുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്തില്ല. പക്ഷെ അവിടെ ഇതുപോലെ നമുക്ക് കുട്ടികളെ മേക്ക് ഓവർ ചെയ്യിപ്പിക്കാം. പ്രിൻസസ് ഡ്രസ്സും കിട്ടും, മേക്കപ്പും കിട്ടും. അതാണ് എല്ലാവരും നിൽക്കുന്നത്. അല്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അല്ല. ഇവിടെ അത് ഒരു ബ്യൂട്ടി പാർലർ പോലെ, പക്ഷെ കുട്ടികൾക്ക് വേണ്ടി. ബിബിഡി ബോബിഡി ബാ, അതാ എന്റെ പേര്. ഇതുപോലെ പ്രിൻസസിനെ പോലെയും പക്ഷെ അതും 90% ഗേൾസ് തന്നെയാണ്. ഹോളിവുഡ് സ്പോട്ട്ലൈറ്റ് ക്ലബ്. ഇതെന്താ നോക്ക്, എന്താ അല്ല, നമ്മളിതൊന്നും വന്നേ ഇല്ലല്ലോ ഈ ഏരിയയിലൊക്കെ. ബാ, എന്തൊരു ഏരിയ അല്ലേ. എന്തത് ഹോളിവുഡ് ക്ലബ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഇതുപോലെ നടക്കാനാണോ? അച്ഛത്തെ ചിലപ്പോൾ റെസ്റ്റോറൻറ്റും ഇല്ലായിരിക്കും. സ്പോട്ട്ലൈറ്റ് ക്ലബ്, എന്ത് ഡെക്കറേഷൻ. അങ്ങനെ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ വർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. അച്ഛത്തെ റെസ്റ്റോറൻറ്റ് ആട്ടോ പ്രിയ. ആ, പക്ഷെ ഭയങ്കര വലിയൊരു റെസ്റ്റോറൻറ്റ്, ഭയങ്കര വലിയ റെസ്റ്റോറൻറ്റ്. നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് ഇവിടെ ഡൈനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൈനിങ്ങിൻ്റെ കൂടെ ഇത് കാണിക്കാം കേട്ടോ. ദിസ് ഇസ് ജസ്റ്റ് ടു ബിഗ്. അടിപൊളി അടിപൊളി അല്ലേ. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡേ ഡിന്നർ. ഇവിടെ ക്യാരക്ടേഴ്സ് ഒക്കെ വരും ഗ്രീറ്റ് ചെയ്യാനൊക്കെ. ലൈവ് മ്യൂസിക് ഷോ എല്ലാം ഉണ്ട്. ക്രൂസാ, അങ്ങനെ താമസിക്കുന്നവരുണ്ട്, റിട്ടയറീസ് ഒക്കെ. 3 years 4 years ക്രൂസ് ഒക്കെ ഉണ്ട്. അല്ല, ഒന്നും അറിയണ്ടല്ലോ അവർക്ക്. ഹെൽത്ത് കെയർ ഉണ്ട്, ലോണ്ടറി ഉണ്ട്, കാണും. എമർജൻസി ഒന്നും അവർ വല്ല ഹെയർ ലിഫ്റ്റോ അങ്ങനെ വല്ലതും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചെറിയൊരു ഹോസ്പിറ്റലും 2 ഡോക്ടേഴ്സും നേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ റിട്ടയർ ആവുമ്പോ നമുക്ക് താമസിക്കാം. ക്രൂസിൽ താമസിക്കാം. നല്ല ഐഡിയ. ആ ടൈമിലൊക്കെ ചിലപ്പോ ഭയങ്കര സെറ്റപ്പ് പൈസ സേവ് ചെയ്ത് നമുക്ക് ക്രൂസിൽ താമസിക്കാം. നല്ല ഐഡിയ അല്ലേ. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഏരിയ നമ്മുടെ ഡിസ്നി ഗാർഡൻ. അത് കാണിച്ചില്ലെല്ലാം വരേക്ക്. വാ, അതാണ് ഇവിടുത്തെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈലൈറ്റ് കേട്ടാ. 1 2 3. Guys, this is like a Disney garden. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും നടന്ന് പോകും. നമുക്കൊരു ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ഇവിടെ ആണ് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. ഇവിടെ ഫ്രീ ഡ്രിങ്ക്സ് കിട്ടും. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. നേരെ നടക്ക്, നമുക്കിത് ഫുൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇതൊരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇത് വേറെ ബോബ റെസ്റ്റോറൻറ്റ്. ബോബ മറ്റേ നമ്മുടെ ബബിൾ ടീ കിട്ടുന്നത്. ഇത് നല്ല ബർഗേഴ്സ് കിട്ടുന്നത്. ഫുഡൊക്കെ ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് കോസ്മിക് കബാബ്സ് കിട്ടുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. ഞാൻ ഒറ്റ ഷോട്ടിൽ എടുക്കാൻ നോക്കുവാണ്, കാരണം എന്നാലും നിങ്ങൾക്ക് ഇന്ന് ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് ഒറ്റ ഒരു രീതിയിൽ. പ്രിയ നേരെ നടക്ക്, പ്രിയ സ്പീഡിൽ പോയാലും ഇത് ഒറ്റ ഷോട്ടിൽ നടക്കുള്ളൂ കേട്ടോ. ആൻഡ് ദെൻ ഇവിടുത്തെ ഒരു മെയിൻ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്.
വേ ഫൈൻഡർ ബാർ എന്ന് പറയുന്നത്. അത് പെയ്ഡാണ്, ബട്ട് ദാറ്റ്സ് ലൈക്ക് നമുക്കൊരു സ്ട്രീറ്റ് സൈഡിൽ ഇരുന്ന് കുടിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ കഴിക്കുന്ന പോലത്തെ ഫീലാണ്. ദാറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി സ്റ്റണിങ് പ്ലേസ്. ഇതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഇവിടെ പെയ്ഡാണ്, നമുക്ക് ബുക്കിംഗ് ഒന്നും വേണ്ട, പക്ഷേ പെയ്ഡാണ്. അതുപോലെ തന്നെ ദേ ഈ ഒരു സൈഡ് ഇതും നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റുകയാണ്. എന്താ പറ, എന്തെങ്കിലുമൊക്കെ പറ. എന്ത് പറയാനാ, ഞാൻ തീരുമാനിച്ചല്ലോ എന്ത് ക്രൂസിലാണ് റിട്ടയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 വർഷത്തിൽ ക്രൂസിലേക്ക് വരും. പിന്നെ മൈക്ക് ആൻഡ് സള്ളി, ഇതൊരു ഭയങ്കര പോപ്പുലർ ടെപ്പനിയാക്കി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയത്, ഇവിടുത്തെ ഒരു വേ ഫൈൻഡർ ബാർ ഉണ്ട്. ആൻഡ് ആ ബാറിൽ നിന്ന് എന്താണെന്ന് അറിയാം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇങ്ങനെ പോയി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ മനസ്സിലാവാനാണ് ഇത് കാണിക്കുന്നത്. നമുക്കിവിടെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട്. ഇത് 10th ഫ്ലോറിൽ ഓപ്പൺ തിയേറ്ററാണ്. പക്ഷേ ആ തിയേറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്നറിയോ, ഈ പൂളിലിരുന്ന് നമുക്ക് സിനിമകൾ കാണാം. അതല്ല, നിങ്ങൾക്ക് പൂളിലിരുന്ന് കാണണമെങ്കിൽ യു ഹാവ് ദിസ് ഔട്ട്സ്റ്റാൻഡിങ് സ്പേസ് ടു സിറ്റ് ആൻഡ് റിലാക്സ് ആൻഡ് വാച്ച് മൂവീസ്. നമുക്ക് ഒരു ഔട്ട്സൈഡ് ലൗഞ്ച് പോലെ. ആൻഡ് ദെൻ കംപ്ലീറ്റ് സീ വ്യൂ ആണ് ഇവിടെ. അടിപൊളിയല്ലേ? ഓ എന്ത് സെറ്റപ്പ് അല്ലേ. പൂളിൽ കിടന്ന് നമുക്കിതുപോലെ വലിയ സ്ക്രീനിൽ TV കാണാം. രാത്രി ആകുമ്പോൾ യു ഹാവ് ദ സ്റ്റാർസ് അബവ് യു. ആൻഡ് ദെൻ നമുക്കിവിടെ ഇത്രയും സ്ഥലം ഇരിക്കാനായിട്ട്. ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? സംഭവമല്ലേ. ഞാൻ എന്താ പറയാ, വാട്ടർ ബോട്ടിലാ കോഴി. പിന്നെ എന്നിട്ട് ജെഫ്രിന് കൊടുക്കാം. ജെഫ്രിന് കൊടുക്കാം. എനിക്കും ജെഫ്രിനും എന്താ അന്തൂനും 3 കോഴികൾക്ക് 3 കോഴി. അല്ലേ, ഇത് നീമോ തീം. ഇത് അണ്ടർ വാട്ടർ തീമാ പ്രിയ. അതാണ് നീമോയും ഈ ഒരു ബ്ലൂ കളർ ഒക്കെ വരുന്നത്. ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അതും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം. അതും കൂടെയാണ് ഇവിടുത്തെ ഒരു മെയിൻ തിങ്. ഫുൾ അണ്ടർ വാട്ടർ തീം ആട്ടാ. അതാണ് ഒരു ഐസ് ടീ വേണം. ഇപ്പോ കഴിക്കുന്നുണ്ടോ? അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മറ്റേതും കൂടെ കാണിക്കണം പറയാ. നമ്മൾ ഇന്നലെ സൈലന്റ് ഡിസ്കോ ചെയ്ത സ്ഥലം അതും ഈ ഫ്ലോറിൽ തന്നെയാണ്. സോ ഈ സൈഡിൽ 4 ഈട്രീസ് നിങ്ങൾ കണ്ടല്ലോ. 4 അല്ല 6-7 ഉണ്ട്. ഇനി അപ്പുറം സൈഡിൽ നിന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഫ്രണ്ട് സൈഡ് നമ്മൾ ബാക്കില്ല. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതും കാരണം മെയിൻ സ്ഥലം ഇവിടുത്തെ. നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ട കേട്ടോ. ഡിസ്നി ഇമാജിനേഷൻസ് ഗാർഡൻ, മോഗ്ലി ഈട്രി. അത് ഇന്ത്യൻ ഫുഡാണ്. നമുക്കേ ഇന്ന് രാത്രി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നമുക്ക് ആ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നാളെ ഉണ്ട്. ഇന്ന് നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. ആ, അവിടെ പോയി മറ്റേ സെർവിങ് ഒക്കെ ചെയ്ത് വലിയ VIP പോലെ കഴിക്കണം. ഇവിടുന്ന് എപ്പോ വേണമെങ്കിലും കഴിക്കാമല്ലോ. പക്ഷെ ഒരു വയറല്ലേ ഉള്ളൂ. രാവിലെ കഴിച്ചത് രാത്രി ദഹിച്ചാൽ നമുക്ക് രാത്രി കഴിക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല ലൈറ്റ് ആയിട്ട് കഴിക്കാം. 1 2 3 നമ്മുടെ അടുത്ത ഏരിയ, the Disney Imagination Garden, guys. This is so beautiful, no? And ഇത് മോഗ്ലി ഈട്രി ഉണ്ട് ഇവിടെ. അവിടെ ആക്ച്വലി വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ രാത്രി സൈലന്റ് ഡിസ്കോ ഒക്കെ ചെയ്തത്. ആൻഡ് യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റേജ്. എന്ത് ലുക്കാണ് നോക്കിയത്. ഓ, ദാഹിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കൊക്കക്കോളയോ ഹോട്ട് ടീയോ കോഫിയോ ജ്യൂസസോ ഐസ് ടീയോ എന്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയി കുടിക്കാം. ഇവിടുത്തെ അടുത്ത ഒരു ബാറാണ് ഇത്, ഗാർഡൻ ബാർ. നമ്മുടെ ഇങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 31 റെസ്റ്റോറൻറ്റ്സ് വരുന്നത്. ഈ ഒരു കാറ്റഗറി റൂംസ് നല്ലതാണ്. നമുക്ക് ഇപ്പോഴും ഗാർഡനിലേക്കും ഇവൻറ്റ്സിലേക്കൊക്കെ വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ഒക്കെ ഇതുപോലെ സൂവനർ ഷോപ്സ് എല്ലായിടത്തും ഉണ്ട്. ഫൈനലി ഗൈസ് നമ്മുടെ മെയിൻ ഏരിയ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേദുമായിട്ട് വന്നിട്ട് പ്രോപ്പറായിട്ട് കാണിക്കാത്ത സ്പാ കാണിച്ചിട്ടില്ല, ഞാൻ ഫിറ്റ്നസ് സെന്റർ കാണിച്ചിട്ടില്ല. ഇതൊക്കെ നമുക്കിപ്പോൾ കാണാം. പൂൾ സൈഡിലുള്ളത് കരോക്കി റൂംസ് കാണിച്ചിട്ടില്ല, മാർവൽ സ്റ്റൈൽ സ്റ്റുഡിയോ കാണിച്ചിട്ടില്ല. ടൗൺ സ്ക്വയർ എന്നൊക്കെ പറയാൻ നമ്മുടെ തീംഡ് ഏരിയ ആണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. 17 to 18 അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഒരുവിധം എല്ലാം കാണിച്ചിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ വരുന്നവർക്ക് വോട്ട് ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത്. ഇനി വേദുവിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോകണം അവനെ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ഏരിയ. കുട്ടികളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് മേക്ക് ഓവേഴ്സ് കൊടുത്തോണ്ടിരിക്കും. ഭയങ്കര താല്പര്യം. ബട്ട് ജസ്റ്റ് ചെക്ക് ഔട്ട് ഓൾ ദി ചിൽഡ്രൻ ആർ ഗേൾസ്, കംപ്ലീറ്റ് ഗേൾസ്. അത് പറഞ്ഞാൽ മിക്കി മൗസ് ആയി ഓൾറെഡി. കണ്ട ഇതിന്റെ തിരക്ക് കണ്ട ഇവിടെ, ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂംസ് ആണ്.
കുട്ടികളുടെ ഡ്രീം ഇല്ലേ, അവർക്കൊരു കുറെ സ്വപ്നങ്ങളും മാജിക്കൽ ലോകം ഒക്കെ ബിലീവ് ചെയ്യില്ലേ, അത് ഈ ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കും. അതുപോലത്തെ ഒരു സ്ഥലമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടാ ഞങ്ങളെ എല്ലാം പടയുന്ന നടത്തുന്നത്. ആ വാ പൂളിപ്പോ. ആ ബാ ബാ ബാ. അവഞ്ചേഴ്സ് ഷോ. അത് അവഞ്ചേഴ്സ് ഷോ തുടങ്ങാനുള്ള അവിടെ കൂടെ ഒക്കെ പറന്നൊക്കെ വരാൻ ആൾക്കാർക്ക്. പോവാം മുകളിലേക്ക്. അതിവിടെ ഇരിക്കുവാണോ? കുറച്ച് വെയിലുണ്ട്. ഇതുമായിട്ട് ഇതേ വന്നിരിക്കുവാണ് നമ്മള് വാട്ടർ ഏരിയ. ഇവിടുത്തെ മെയിൻ എന്റർടൈൻമെന്റ്സ് ഒക്കെ കാണാനായിട്ട്, എൻജോയ് ആയിട്ട്. നല്ല വെയില്, കുറച്ചൊന്നും അറിയാലോ നമുക്ക് പ്രോപ്പറായി കാണില്ല. എന്തായാലും ഇതിനെ കിഡ്സിന്റെ പൂളിലേക്ക് അതിനെ കയറ്റാം. ഭയങ്കര വെയില് കേട്ടോ. ഇവിടെ ഏരിയ ആണോ ബഹളം, ഈ ഏരിയ മൊത്തം. എനിക്കറിയില്ല വേദനക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും റൈഡിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഇതിലൊന്ന് കയറാൻ നോക്കട്ടെ ആദ്യമേ. സ്ലൈഡ്സിന്റെ ക്യൂയിൽ വന്നതാണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സ്ലൈഡ് പോകുന്നതിന്റെ ഏരിയയുടെ ക്യൂ വരുന്നത് കേട്ടാ. ആൻഡ് ഇതാണ് നമ്മുടെ സ്ലൈഡിന്റെ ക്യൂ. ഏതോ ടാക് ഇടിക്കരുത് ഇടിക്കരുത്. ഓ നോ, അതിൽ കൂടെ എനിക്ക് വരാൻ പറ്റില്ല, പൊട്ടിപ്പോവും. സ്ലൈഡിൽ കൂടെ വാ വേദോ. ഇവിടെ വേദോ പോ പോ പോ. എന്താ അല്ലേ, ഷിപ്പിന്റെ മുകളിലാണ് നമ്മളിതൊക്കെ. കുഞ്ഞു കുട്ടികൾക്ക് ഇത് അതുണ്ട്, പിന്നെ പൂള് വേണമെങ്കിൽ അതുണ്ട്, ജക്കൂസി വേണമെങ്കിൽ അവിടെയുണ്ട്, കോഫി ഡ്രിങ്ക്സ് വേണമെങ്കിൽ അവിടെയുണ്ട്. ആ സൈഡിൽ അഡൾട്ട് ഓൺലി ആണ്. റോളർ കോസ്റ്റർ മാത്രമല്ല, ഇതുപോലത്തെ പല റൈഡ്സും ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ കാസും ബമ്പർ കാസ് ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുട്ടികളുടെ റൈഡും പിന്നെ റോളർ കോസ്റ്ററും പിന്നെ മറ്റേ മേളിൽ പോയിട്ട് വേഗം താഴെ വീഴുന്ന റൈഡ്, ആ 3 റൈഡ്സും ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നത്. ഇൻഫിനിറ്റി പൂള് ആകെ കൂടെ ഒരു ടബിന്റെ അത്രയുണ്ട്, കുറച്ച് 4 ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം സോ ക്രൗഡ്. ആൻഡ് ഇതിലൊരു വ്യത്യാസം എന്താണെന്നറിയോ, റോയൽ കരീബിയൻ ക്രൂസിന് പോയായിരുന്നു, അതിൽ കിഡ്സിന് അഡൾട്ട്സ് ഓൺലി പൂൾ ഏരിയ ഉണ്ട്. കാരണം അഡൾട്ട്സിന് ഒരു പ്രൈവസി വേണ്ട, ദി വിൽ നോട്ട് എൻജോയ് വിത്ത് കിഡ്സ്. ഇപ്പം നമുക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ അഡൾട്ട്സിന് ഇങ്ങനത്തെ ഒരു എനിക്ക് ഡിസ്നി ക്രൂസിൽ അഡൾട്ട്സ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ബോറടിക്കും. കാരണം അവർക്കൊരു പൂളോ ജക്കൂസി അങ്ങനെ ഒന്നും അഡൾട്ട്സ് വേണ്ടി മാത്രമായിട്ടുള്ള ഇല്ല കേട്ടോ. ഇനി കുറച്ച് നേരം കിഡ്സ് പൂളിൽ കളിക്കാം. ഒരേ പ്രായക്കാർ പോ, ഏതൊരു കളിക്കാൻ ആൾക്കാരില്ലാതെ. മൊബൈലൊക്കെ വാട്ടർ പ്രൂഫാണ്. അതേ പോയത് എന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചോ. ഞാൻ 6ാമത്തെ നിലയില, ഞാൻ 10ാമത്തെ നിലയില. അതല്ല ഞാനും ചോദിച്ചേ. ഞാൻ മാറിപ്പോയാ, 10 അടിച്ചതാ. ഞാൻ വേദോടെ. ഓക്കെ, അപ്പൊ പോ, വൈകുന്നേരം കാണാം. അടുത്ത പരിപാടി ഉണ്ട്. ബാ 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 ബാ. സോ ഞങ്ങളിത് മുകളിൽ റോളർ കോസ്റ്റർ പോകുന്ന നോക്ക്. അത് ബുക്ക് ചെയ്യണം, അതെങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവഞ്ചേഴ്സ് ഷോ വേദു ഇതിനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. ഇതും വേറെ ലെവലായിരിക്കും കേട്ടോ, സെറ്റൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. ഇതേ പോകുന്നു റോളർ കോസ്റ്റർ. തിരക്ക് നോക്കി, ഞങ്ങൾ നേരത്തെ വന്നിരുന്നോണ്ട് സീറ്റ് കിട്ടി, അല്ലെങ്കിൽ അതും പാടായനെ. ഓ ഫ്രൈസും കഴിച്ച് അവഞ്ചേഴ്സും കണ്ട് എന്തൊരു തിരക്ക. എല്ലാ ഷോ എല്ലായിടത്തും തിരക്കാം അല്ലേ, എല്ലാവർക്കും എല്ലാം ചെയ്യണം ഇതിൻ്റെ അകത്ത്. അതെ, എല്ലാവർക്കും എല്ലാം ചെയ്യണം, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബട്ട് ഇത് സംഭവമായിരിക്കും. ഞങ്ങള് 2 ദിവസത്തിൽ 2ാം തവണയാണ് കാണുന്നത്. ഒരാൾ വേറെ വഴി, ഞങ്ങൾ വേറെ വഴി. ഇവിടെ കുട്ടികളൊക്കെ ആദ്യമേ വിളിച്ചതുപോലെ ഫംഗ്ഷൻ, ഐ മീൻ അവരൊക്കെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. ലൈവ് ഫീഡ് പോലെയാണ് തുടങ്ങുന്നത്. ഓഡിയൻസിനെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ആൾ ഇതൊക്കെ ഇവിടുത്തെ ഓഡിയൻസാണ്. What's your name, sir? And where are you from? Taiwan again! Taiwan. Taiwan.
ആരാ ആദ്യമേ വരുന്ന ക്യാരക്ടർ? ആരാ? അയൺമാനോ? പോലെ ലൈവ് ആയിട്ടുള്ള ആനിമേഷനും കാണും, അല്ലെങ്കിൽ സിനിമ പോലെ ബാക്കിലെ സ്ക്രീനിൽ കാണും. അത് ലാൻഡ് ചെയ്യുമ്പോൾ കണ്ടാൽ ചാടുമ്പോൾ നേരെ സ്ക്രീനിൽ വരും. അത്രയും ഒറിജിനാലിറ്റിയാ. ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും വന്നത് കണ്ട, അവിടെ സ്ക്രീനിലും വരും, ഇവിടെയും വരും ആള്. കണ്ടാലും അമ്പലം തന്നെ ഉണ്ട് കേട്ടോ. Glad you could join us. Of course. I'm always here when a friend is. എൻട്രി പറന്നാ വന്ന കേട്ടാ. എല്ലാരും ഉണ്ട്. പയണമേ മാത്രം വന്നിട്ടില്ല. വരുന്നത് അടിപൊളി. മെയിൻ ആള് വന്നു, ഡെഡ്പൂള്. ഭയങ്കര രസമായിട്ടാ. ഞാനിത് കുറച്ച് റെക്കോർഡ് ചെയ്തുള്ളൂ, പക്ഷെ ഭയങ്കര ഷോ ഇത്. ഭയങ്കര ഇഫക്ട്സ് ആട്ടാ, ഗ്രാഫിക്സും ഇഫക്ട്സും സൗണ്ടും പുകയും. കറക്റ്റ് അരമണിക്കൂറായിരുന്നു ഷോ കേട്ടാ. Not exactly what I planned for Shark Expo, but you got to see an awesome. Maybe I'm crazy. Take me. What are you doing? I'm okay. I'll be back tomorrow. പിന്നെ അതെ, ഞങ്ങള് പൂളിൽ നിന്ന് ഇറങ്ങി, വൈകുന്നേരമായി, ഷിപ്പ് ലൈറ്റപ്പ് ആയി, സൺ അങ്ങോട്ട് സെറ്റ് ചെയ്തു. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ഇൻ ദ സീ ഇൻ ദ എൻറ്റയർ വേൾഡ് എന്ന് പറയാം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ അല്ലേ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കടല് കാണാം. ആൻഡ് ദെൻ വെൻ യു ടേൺ ദിസ് ബ്യൂട്ടിഫുൾ ഡിസ്നി ക്രൂസ്. ഈ റൂംസ് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. സൺസെറ്റും കാണാൻ പറ്റും, ബാൽക്കണി അടിപൊളി സെറ്റപ്പാണ്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞാൽ ഇത് അത്യാവശ്യം വേദുവിന് ഒരു കിഡ്സ് ബെഡ് ഉണ്ട്, നടുക്കൊരു കേർട്ടനുണ്ട് സെപ്പറേഷന്. പിന്നെ ഇതുപോലെ നല്ലൊരു വലിയ കംഫർട്ടബിൾ ബെഡുണ്ട്. പിന്നെ ഇത് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ബാത്റൂം എല്ലാം സ്പേഷ്യസ്. പക്ഷെ എനിക്ക് ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് അവരുടെ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ വയർ ലൂസായിട്ടിട്ട് പോയത് അവരെ ഇപ്പം അഴിച്ചതാണ്. അവരിത് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. ഇതുപോലത്തെ ഒരു സാധനം വെച്ച് അവർ കെട്ടി നീറ്റാക്കി, മറ്റേ മുടി കെട്ടി വെക്കുന്ന പോലെ കെട്ടി വെച്ചിരിക്കുമായിരുന്നു. സോ ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഇവിടെ നമ്മുടെ ഹൗസ് കീപ്പർ ഒരു മലയാളിയാണ്. കുളിച്ച് ഫ്രഷായി അടുത്ത കുറച്ച് പരിപാടികൾക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ രാത്രി ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഷോ നടന്ന ഏരിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ശരിക്കും മാജിക്കൽ ഫെയറി ടെയിൽ പോലെയാവും രാത്രി ആകുമ്പോഴേക്കും. ഇവിടുത്തെ സെറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ്, മോഗ്ലി ട്രീ ആൻഡ് ബാക്കിലത്തെ പാലസ് ഏരിയ, എന്ത് ഭംഗിയാണ് രാത്രി. രാത്രിയാണ് ശരിക്കും ബ്യൂട്ടിഫുൾ ആവുന്നത് ഇവിടെ. പണി ഇത് തന്നെ, ഇരുന്നുറങ്ങും. ഇതാണ് അമ്മയുടെ പണി. കണ്ട അല്ല, ഇനി രാത്രി അത് നമുക്ക് പിന്നെ കാണാം. അത് ഈ സ്ഥലത്തിന്റെ പേരാ വേ ഫൈൻഡർ എന്നുള്ളത്. വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ 18th ഫ്ലോറിൽ വന്നിരിക്കുവാണ്. ഇവിടെ എവിടെ പോയാൽ കാണേണ്ടതെന്നാ, ഇവിടെ നമുക്ക് സ്റ്റാർ ബോട്ട് സൈഡിൽ പോകണം കേട്ടോ. അവിടെ പോയാലും നല്ല വ്യൂ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് പോർട്ട് സൈഡും സ്റ്റാർ ബോട്ട് സൈഡും. നമുക്ക് പോർട്ട് സൈഡിൽ പോയാലാണ് ഫയർ ക്രാക്കേഴ്സ് നല്ല വ്യൂ കിട്ടുന്നത്. സോ നോക്കട്ടെ ഏതാ പോർട്ട് സൈഡിൽ എങ്ങനെ അറിയും, ചോദിച്ചു നോക്കാം. പടക്കം പൊട്ടുമ്പോൾ ഷാറുഖ് ഖാന്റെ വോയിസ് ആയിരിക്കും വരുന്നത്. വരും വരും വരും, നോക്കിക്കോ പൊട്ടുമ്പോ. ഇവിടെ മാറി നിൽക്കോ. ഏത് മൊത്തം സോഷ്യലൈസിങ് ആട്ടാ. ഏതെങ്കിലും കോസ്റ്റ്യൂം ഇട്ട പിള്ളേരെ കണ്ട അവിടെ പോയി അമ്മമാരായിട്ട് സംസാരിച്ച് എല്ലാ ന്യൂസും പിടിച്ച് പറ്റുമെങ്കിൽ അവരെയും കളിച്ച് അവരുടെ കൂടെ കളിച്ചിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ. അത് നമ്മുടെ ട്രാവൽ കൊണ്ട് ഏറ്റവും ഉണ്ടായ ഗുണം ഇതാ. എല്ലാ രാജ്യവും, എല്ലാ ഭാഷ, എല്ലാ ജാതി, എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യണം. നോ ബൗണ്ടറീസ്. ഗ്രൂപ്പിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ എക്സാജറേഷൻ അല്ല, ഇതാണ് വേദു. ബൗണ്ടറീസ്, ഫ്രണ്ട്ഷിപ്പ് വിത്തൗട്ട് ബൗണ്ടറീസ്, അതാണ് വേദു. ഷിപ്പിലെ ലൈറ്റ് ഒക്കെ ഓഫായി സംഭവം തുടങ്ങാൻ പോവാണ്. എവിടെയാന്ന് ആർക്കും അറിയില്ല കേട്ടാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, വെറുതെ ഇരിക്കും എല്ലാരും. ലയൺ കിങ്ങിന്റെ തീമാട്ടാ. ഷാറുഖ് ഖാന്റെ സൗണ്ട് വരുവേ.
പാട്ടായിരുന്നു. ഓ ഷാറുഖ് ഖാനാണ് നറേറ്റ് ചെയ്യുന്നത്. ഷാറുഖ് ഖാൻ ഡബ് ചെയ്തിരുന്നു. മ്യൂസിക് അനുസരിച്ച് പൊട്ടുതാട്ടാ. ഓ മൈ ഗോഡ്, ചിലവും പൊട്ടില്ല കേട്ടാ. ഓ കറക്റ്റ് സ്ഥലത്ത് നിന്നല്ലേ, നടുക്ക് തന്നെ. നിങ്ങളും ഇവിടെ നിന്നാ നിക്കണ്ടേട്ടാ, കറക്റ്റ് പോർട്ട് സൈഡില് ഈ സ്ക്രീനിന്റെ അടുത്ത്. അല്ലെങ്കിൽ ഇത്രയും നല്ല വ്യൂ കിട്ടില്ല. നമുക്ക് കറക്റ്റ് ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഷോ പോലെയായി. ഓ അതെ, ഓരോ തീമാണ്. റൊമാൻറ്റിക്കിന് ഒരു ടൈപ്പ് കളേഴ്സ്, ലവിന് ഒരു ടൈപ്പ്, ആങ്കറിന് ദേഷ്യം വരുമ്പോ ഒരു ടൈപ്പ്. അപ്പൊ ആക്ച്വലി ഒരു സ്കിറ്റ് പോലെ തന്നെ ഇത്. ഫൈനൽ വൺസ് ടു സെലിബ്രേറ്റ് ലവ് എന്ന് ഷാറുഖ് ഖാൻ ആണ് പറയുന്നത്. ഓ അടിപൊളി. ഓ ഓ ക്ലാപ്പ് ചെയ്തോ. ഷാറുഖ് ഖാൻ പറയാ, യു ആർ ലക്കി ടു വാച്ച് ദിസ് വിത്ത് യുവർ ലവ്ഡ് വൺസ്. ഭാഗ്യമല്ലേ ഇതൊക്കെ, ഒരു അച്ചീവ്മെന്റ് അല്ലേ. ലാസ്റ്റ് മൂവ്മെന്റിലൊക്കെ നമ്മുടെ ഡെത്തിന് മുമ്പുള്ള മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ. ലയൺ കിങ് സെലിബ്രേഷൻ അടിപൊളി. ഓ നമ്മുടെ ഷാറുഖ് ഖാൻ ഫ്രണ്ടിനെ കിട്ടി. അടുത്ത സ്പൈഡർമാൻ. എന്താ ഇവിടെ, എന്തൊക്കെയാ സംഭവിക്കുന്നത്? പാർട്ടിയാ, ഡാൻസാ? ഓ എന്താ ഇവിടെ അല്ലേ? ഓ ഗൂഫി ഡാൻസ് ചെയ്യുന്നോ? ഏതൊന്നും വേണമെങ്കിൽ പോയി ഡാൻസ് ചെയ്യാം കേട്ടാ. ഒരു ഡാൻസാ ഗൂഫി. ഭയങ്കര ഡാൻസ്. പ്രിയ പ്രിയ ഇത് നോക്ക്, ഇവിടെ ഒരു സ്പൈഡർമാൻ, ഇവിടെ ഒരു സ്പൈഡർമാൻ. ഹായ് കൊടുക്ക്. അത് ഭയങ്കരമായി പോയേട്ടാ. സ്പൈഡർമാന്റെ പോസ് കാണിച്ചു കൊടുക്ക്. സ്പൈഡർമാൻ പോസ്. നിക്ക്. ആ ഇവരൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു കേട്ടാ. എനിക്ക് തോന്നേ സീ വ്യൂ റൂമിനെ കാട്ടി നല്ലത് ബാൽക്കണി എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഡിസ്നി ഇമാജിനേഷൻ ഗാർഡന്റെ ബാൽക്കണി കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഷോസ് ഒക്കെ കാണാം. അടിപൊളിയായിരിക്കും. റെസ്റ്റോറന്റിലേക്ക് വരാനും എളുപ്പമാണ്. എനിക്ക് ഈ ഒരു ഏരിയ നല്ല റൂംസ് ആയിരിക്കും കേട്ടാ. ഏത് അടിപൊളിയല്ലേ? സൂപ്പർ. അതെന്ത് ഡാൻസാ? വേദുന്റെ വെബൊക്കെ മേത്ത് കൊണ്ടുവന്ന് കണ്ടാ. ഇതാ പറഞ്ഞ വേദുന് ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാരായിട്ട് കളിക്കണം കേട്ടാ, പേടിക്കണ്ട. ഇതേ പ്രിയ ഇത് സൈലന്റ് ഡിസ്കോ ആണ്. സോ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും വട്ടാന്ന്, കാരണം പാട്ടില്ലാതെ ഡാൻസ് ചെയ്യുന്നു. പക്ഷെ പാട്ട് വെക്കാം. ഓ അതൊക്കെയാണോ? അപ്പൊ നമുക്ക് റെഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ പാട്ട്. നമുക്ക് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആക്കാം.
ഓക്കെ, ഇതിപ്പോ റെഡ്, ബ്ലൂ, ഗ്രീൻ. വേദുവിന്റെ ഡാൻസ് നോക്ക്. അതെ, പോയി എടുക്ക ഹെഡ്ഫോൺസ്. ഡാൻസ് ചെയ്യണ്ടേ? ദേ അവിടെ പോ, ക്യൂ നിക്കണം. ഇനി അവിടെ ബാക്കിൽ കൂടെ പോയി എടുക്കല്ലേ. ഗൈസ്, സോ ഇതാണ് സൈലന്റ് ഡിസ്കോ പാർട്ടി. വെളിയിൽ ആർക്കും പാട്ട് കേൾക്കില്ല, ഹെഡ്ഫോൺസ് വെക്കുന്നവർക്ക് മാത്രം. സോ ഇടയ്ക്ക് നമുക്ക് ഹെഡ്ഫോൺസ് ഊരി സൈലൻസ് വേണമെങ്കിൽ അതും പറ്റും. സോ എല്ലാവർക്കും നമുക്ക് ഇപ്പൊ എല്ലാവരും വേറെ വേറെ പാട്ടാണ് കേൾക്കുന്നത്, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് വൈബ്. എല്ലാവരും ഒരേ പാട്ട് കേൾക്കണ്ടല്ലോ. വാട്ട് എ നൈറ്റ്, വാട്ട് എ വേ ടു ഫിനിഷ് ദ നൈറ്റ്. അടിപൊളി. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു 6 to 7, മാക്സിമം ഒരു 7 അല്ലെങ്കിൽ 8, ആ ഒരു ഏജിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ അവർക്കൊരു കോർ മെമ്മറി ആയിരിക്കും. നമ്മളും അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് ഈ ഒരു ഷിപ്പിൽ വന്നതും. വലിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്, അവർക്ക് കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഐ ഫീൽ 4 തുടങ്ങി ഒരു 7-8 ഇയേഴ്സ് വരെ ആയിരിക്കും ബെസ്റ്റ് ടൈം. സോ ഇറ്റ്സ് എ കോർ മെമ്മറി വിത്ത് വേദു. അവന്റെ ഗ്രാൻഡ് കിഡ്സിനോട്, അവന്റെ കിഡ്സും ഗ്രാൻഡ് കിഡ്സിനോടും പറയും. മനസ്സിലായി നമ്മളെ. റൊമാൻറ്റിക് കപ്പിൾസിന് വേറെ എന്ത് വേണം, അതും അവര് ചെയ്തു തന്നു. വേദുനും ഉണ്ടോ? വേദു റോബോട്ട് വോളി വിത്ത് ചോക്ലേറ്റ്. നമ്മളത് ലവ്, എപ്പോഴും നമ്മൾ ലവ് ആണല്ലോ. ഷിപ്പിൽ എല്ലാരും കണ്ടു മടുത്തു, അതുകൊണ്ട് അവര് റൂമിലേക്ക് ആക്കി തന്നു. ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ഓക്കെ, അപ്പൊ വാട്ട് എ വേ ടു എൻഡ് ഡേ അല്ലേ? അല്ല, ഇന്നത്തെ ദിവസം അവസാനിക്കാൻ അടിപൊളിയായിരുന്നില്ലേ? Okay guys, so hopefully you guys enjoyed this Disney vlog. Conclusion ആയിട്ട് പറയാനുള്ളത്, the place is absolutely stunning. Service is 5 star. Amenities-ഉം ഇവരുടെ cleanliness-ഉം staff-ഉം everything is like top notch. The best you can expect for this money. ഇത്രയും crowd ആയിട്ടും they are able to manage. എനിക്ക് only thing തോന്നുന്നത് food is not up to the mark. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അടിപൊളി പ്രസന്റേഷൻ ഒക്കെയാണ്. പക്ഷെ പെയ്ഡ് റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് അടിപൊളിയാണ്. അല്ലാത്ത സ്ഥലത്ത് ഞാൻ പറയുന്ന അടിപൊളിയല്ല എന്ന് പറയുന്നത് എല്ലാ ഡിഷും അടിപൊളിയല്ല. ചിലത് ഇസ് റിയലി ഗുഡ്, പക്ഷെ ഒരു സാധനം പോലും നമുക്ക് കഴിച്ചിട്ട് ഒരു ഇനിയും കഴിക്കണം എന്ന് തോന്നുന്ന പരിപാടിയില്ല. ചില സാധനങ്ങൾ ഇസ് ഗുഡ്, ചില സാധനങ്ങൾ ഇസ് ബിലോ പാർ. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് അത്രയും ഒരു ഹൈ ഇതില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ അത്രയും പോരാ. പക്ഷെ ഇറ്റ് ഇസ് എ മസ്റ്റ് വിസിറ്റ്, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഡിസ്നി ക്രൂസ്. എനിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്നെ DM ചെയ്താൽ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. സോ വേറൊരു നല്ല വ്ളോഗിൽ കാണാം. ആൻഡ് ഇനി ഇവിടുന്ന് വേറെ അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ഡ്രീം സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. സോ കഴിഞ്ഞിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയിങ് ദിസ് ട്രാവൽ വ്ളോഗ്സ് ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് us. നമ്മുടെ ലേഡീസ് ഓൺലി ട്രിപ്പ് ടു ബാങ്കോക്കും പിന്നെ നമ്മുടെ ട്രാവൽ തോച്ചിട്ട് ചൈന ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.